Hi friends, welcome to my new YouTube channel Smeaton's Basic Civil Engineering. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതിനായി വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിനെ ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിൽ ആദ്യമായി കാണിക്കാം. ആദ്യമായി വാട്ടറിനെ അതിൻ്റെ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. സോഴ്സ് റിവർ, ലേക്ക്, റിസർവോയർ അങ്ങനെ ഏതുമാവാം. ഈ കളക്ട് ചെയ്ത വാട്ടർ പിന്നീട് കൺവേ ചെയ്യുന്നു. അതൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്കാണ് കൺവേ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്കും ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് സിറ്റി, ടൗൺ, കമ്മ്യൂണിറ്റി എക്സെട്ര. ഇതാണ് ബേസിക്കായിട്ട് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിൽ നടക്കുന്നത്. ഇത് മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാട്ടറിനെ അതിൻ്റെ സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് നടത്തുന്നു. ക്വാളിറ്റി ചെക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റി ചെക്കിൻ്റെ റിസൾട്ടിനനുസരിച്ചായിരിക്കും വാട്ട് എമൗണ്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ക്വാളിറ്റി ചെക്കിന് ശേഷം വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. വാട്ടർ ട്രീറ്റ്മെൻറ്റിലെ പ്രധാന സ്റ്റെപ്സാണ് കൊയാഗുലേഷൻ, ഫ്ലൊക്കുലേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ ആൻഡ് സം മിസിലേനിയസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ശുദ്ധീകരിച്ച വെള്ളത്തെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ പ്യുവർ വാട്ടർ കമ്മ്യൂണിറ്റിയിലേക്ക് പമ്പ് ചെയ്യുന്നു. സോ ഇത്രയും സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ടാണ് വാട്ടർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ലഭിക്കപ്പെടുന്നത്. ഈ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ലെവലിൽ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് അഥവാ റേറ്റ് ഓഫ് ഫ്ലോ. ഓരോ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കും വേണ്ട അമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ ഡിസ്ചാർജ് വാല്യൂവിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഡിസ്ചാർജ് വാല്യൂ ഈസ് എ ഫങ്ഷൻ ഓഫ് പോപ്പുലേഷൻ, വാട്ടർ ഡിമാൻഡ് ആൻഡ് ഡിസൈൻ പീരീഡ്. ഈ മൂന്ന് കാര്യങ്ങൾ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ചാർജ് വേരി ചെയ്യും. സോ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഡിസ്ചാർജ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നാം ആദ്യം പോപ്പുലേഷൻ കണ്ടുപിടിക്കണം, വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കണം, എത്ര പീരീഡിലേക്കാണ് അവിടുത്തെ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. ഡിസ്ചാർജിനെ നമുക്ക് ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം: പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസൈൻ പീരീഡ് ഇൻറ്റു പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. ഇറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ് ഓഫ് പോപ്പുലേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസൈൻ പീരീഡ് ആൻഡ് പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. സോ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്ക് വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കുക ഓർ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഫ്യൂച്ചർ പോപ്പുലേഷൻ അതിൻ്റെ ആക്യുറസിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ അൺഎക്കണോമിക്കലായിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ സ്കീമിലായിരിക്കും എൻഡ് ചെയ്യുക. ഫ്യൂച്ചർ പോപ്പുലേഷൻ ഓഫ് എനി കമ്മ്യൂണിറ്റി ഫോർകാസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസ്ഡ് ഓൺ ദ സെൻസസ് ഡാറ്റ, പാസ്റ്റ് സെൻസസ് ഡാറ്റ ബേസ്ഡ് ആണ്. പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് എ കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു ലോജിസ്റ്റിക് കർവ് പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടാവും. സോ ബേസ്ഡ് ഓൺ ദിസ് ലോജിസ്റ്റിക് കർവ് ദർ ആർ 4 മെത്തേഡ്സ് ഫോർ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. അവയാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്, സെക്കൻഡ് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്, തേർഡ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഫോർത്ത് ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ്. ഈ 4 മെത്തേഡ് ബേസ്ഡാണ് നാം പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട മെത്തേഡ് ഓരോ കമ്മ്യൂണിറ്റിയുടെയും നേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് മെത്തേഡ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഓൾഡ് ആൻഡ് സെറ്റിൽഡ് കമ്മ്യൂണിറ്റീസ്. മീൻസ് ഇതെങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്കാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ, ചേഞ്ച് ഇൻ പോപ്പുലേഷൻ വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോവും ബിറ്റ്വീൻ ടു സക്സസീവ് ടൈം ഇൻ്റർവെൽ. പോപ്പുലേഷൻ കൂടുന്നുമില്ല കുറയുന്നുമില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്ക് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ. സോ ഈ മെത്തേഡിനെ കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് മെത്തേഡ് എന്നും പറയുന്നു. Pn = P0 + nx bar. ഇതിൽ Pn എന്ന് വെച്ചാൽ പോപ്പുലേഷൻ അറ്റ് ദ nth ഇയർ, മീൻസ് എത്രാമത്തെ ഇയറിലെ പോപ്പുലേഷൻ നമുക്ക് വേണ്ടത് എന്നത് Pnയിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. = P0 + nx bar. P0 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് നോൺ ലാസ്റ്റ് ഡിക്കേഡ് ഓർ ലാസ്റ്റ് ഇയർ പോപ്പുലേഷൻ, മീൻസ്
നമ്മൾ അവസാനമായിട്ട് അറിയുന്ന പോപ്പുലേഷൻ ഓർ പ്രസൻറ്റിലുള്ള പോപ്പുലേഷൻ. n ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ നമ്പർ ഓഫ് ഡിക്കേഡ്സ്. എക്സ് ബാർ എന്ന് വെച്ചാൽ അരിത്തമാറ്റിക് ആവറേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ബിറ്റ്വീൻ സക്സസീവ് ടൈം പീരീഡ്. ഈ ഒരു ഇക്വേഷൻ ബേസ്ഡാണ് നമ്മൾ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡിൽ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നത്, ഫ്യൂച്ചർ പോപ്പുലേഷൻ. സെക്കൻഡ് മെത്തേഡ് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡാണ്. ഈ മെത്തേഡിനെ ലോഗരിതമിക് ഗ്രോത്ത് മെത്തേഡ് എന്നോ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മെത്തേഡ് എന്നോ പറയുന്നു. ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ യങ് ആൻഡ് റാപ്പിഡ് ഗ്രോയിങ് കമ്മ്യൂണിറ്റീസ്. മീൻസ് പണ്ട് കാലത്ത് പാസ്റ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, പക്ഷേ പിന്നീട് റാപ്പിഡായിട്ട് പോപ്പുലേഷൻ കൂടും. അപ്പം ഫ്യൂച്ചറിൽ ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ. Population at the nth year Pn is equal to P0 into e raised to r into Tn minus T0. ഈ ഒരു ഇക്വേഷൻ ബേസ്ഡാണ് നമ്മൾ ഫ്യൂച്ചർ പോപ്പുലേഷൻ കണ്ടുപിടിക്കുന്നത് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൽ. ടേം r is equal to പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇത് ഒന്നാമത്തെ മെത്തേഡായ അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ഈ ഒരു മെത്തേഡ് രണ്ട് നാച്ചുറലുള്ള കമ്മ്യൂണിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. എന്ന് വെച്ചാൽ ഫ്യൂച്ചർ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, പാസ്റ്റ് പോപ്പുലേഷൻ വളരെ കുറവായിരിക്കും, അത്തരത്തിലൊരു കമ്മ്യൂണിറ്റി. രണ്ടാമതായിട്ട് കാണുകയാണെങ്കിൽ ഫ്യൂച്ചർ പോപ്പുലേഷൻ വളരെ കുറവായിരിക്കും, പക്ഷേ ഓൾഡ് പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി. ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. In this method, future population is forecasted based on average of the increment over increase in population is negative or positive. So, ഈ ഒരു മെത്തേഡിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഒരു ആവറേജ് ഇൻക്രിമെൻറ്റ് എടുത്തിട്ടാണ്. അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. മീൻസ് ചിലപ്പം ഫ്യൂച്ചറിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചിലപ്പം കൂടുതലായിരിക്കും. y ബാർ എന്ന ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആവറേജ് ഓഫ് ദ ഇൻക്രിമെൻറ്റ് ഓവർ ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ബേസ്ഡാണ്. Pn is equal to P0 plus nx bar plus n into n plus 1/2 into plus or minus y, where y is the average of the increment over increase. ലാസ്റ്റ് മെത്തേഡാണ് ഡിക്രീസ് ഗ്രോത്ത് റേറ്റ് മെത്തേഡ്. This method is best suitable for community which are fast approaching towards saturation. So, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പോപ്പുലേഷൻ ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യും, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊരു സാച്ചുറേഷൻ ലെവലിലാണ് എൻഡ് ചെയ്യുന്നത്. മീൻസ് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ ഇത് എൻഡ് ചെയ്യുന്നു. ഇത് ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. പക്ഷേ ഈ മെത്തേഡിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓരോ ഇയർ കൂടുമ്പോഴും ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ അത് കുറഞ്ഞു വരും. മീൻസ് റാപ്പിഡായിട്ട് ഗ്രോത്ത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും അത് സാച്ചുറേഷൻ ലെവലിലാണ് എൻഡ് ചെയ്യുന്നത്. സോ ഓരോ ഇയറിലും ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്ത് വരും. അതാണ് ഒരു ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ളൊരു വ്യത്യാസം. Let d bar be the average of the per decade or per year decrease in percentage increase. R0 is നോൺ പെർസെൻറ്റേജ് ഇൻക്രീസ്. ഈ രണ്ട് വാല്യൂയുടെയും റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ പോപ്പുലേഷൻ ഈസ് ഫോർകാസ്റ്റഡ് ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ. Pn ഈസ് ഈക്വൽ ടു P0 ഇൻറ്റു 1 പ്ലസ് R0 മൈനസ് d ബാർ ഡിവൈഡഡ് ബൈ 100 പ്ലസ് 1 പ്ലസ് R0 മൈനസ് 2d ബാർ ഡിവൈഡഡ് ബൈ 100 പ്ലസ് എക്സെട്ര പ്ലസ് 1 പ്ലസ് R0 മൈനസ് n d ബാർ ഡിവൈഡഡ് ബൈ 100. ഇത്രയും മെത്തേഡിലൂടെയാണ് പോപ്പുലേഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ഓഫ് എ കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കാൻ ആവശ്യമായ പോപ്പുലേഷൻ ഡാറ്റ ഇത്തരത്തിൽ ഓരോ കമ്മ്യൂണിറ്റിയുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ കണ്ടെത്തുന്നു. നെക്സ്റ്റ് വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കും. പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ആവറേജ് എമൗണ്ട് ഓഫ് വാട്ടർ ഡിമാൻഡഡ് ബൈ എനി ഇൻഡിവിജ്വൽ ലിവിങ് ഇൻ ദ കമ്മ്യൂണിറ്റി ടു മീറ്റ് ഓൾ ഹിസ് ഡേ ടു ഡേ വാട്ടർ ഡിമാൻഡ്. ഒരു ഇൻഡിവിജ്വൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അയാൾ കൺസ്യൂം ചെയ്യുന്ന അമൗണ്ട് ഓഫ് വാട്ടർ, അതിനെയാണ് പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് LPCD എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്.
ഇത് ലിറ്റർ പെർ ഹെഡ് പെർ ഡേ ഓർ ലിറ്റർ പെർ പേഴ്സൺ പെർ ഡേ ഓർ ലിറ്റർ പെർ ക്യാപിറ്റൽ പെർ ഡേ. ഇത് മൂന്നും സെയിം ആണ്. ഇത് കോമൺ ആയിട്ട് ഒറ്റ റെപ്രസെൻറ്റേഷനിൽ LPCD എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. വാട്ടർ ഡിമാൻഡ് ഓരോ നീഡിനനുസരിച്ചും പേഴ്സണൽ നീഡിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് 135 LPCD ആണ് കോമൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ഇൻഡസ്ട്രിയൽ വാട്ടർ ഡിമാൻഡ് 50 LPCD ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ വാട്ടർ ഡിമാൻഡ് 20 LPCD ആണ്. ഡിമാൻഡ് ഫോർ പബ്ലിക് യൂസ് 10 LPCD. ഫയർ ഡിമാൻഡ് വേരി ചെയ്യുന്നത് 2 to 6 LPCD ആണ്. ഡിമാൻഡ് ടു കോമ്പൻസേറ്റ് ലോസസ് ആൻഡ് തെഫ്റ്റ് ഇത് 15 to 20% ഓഫ് വാട്ടർ ആണ്. അത് 55 LPCD ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. സോ ടോട്ടൽ വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത് 270 to 335 LPCDൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഫയർ ഡിമാൻഡ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്നത് 4 എംപെരിക്കൽ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഒന്നാമത് കുച്ചിലിങ്സ് ഫോർമുല, രണ്ടാമത് ഫ്രീമാൻസ് ഫോർമുല, മൂന്നാമത്തത് നാഷണൽ ബോർഡ് ഓഫ് ഫയർ ആൻഡ് റൈറ്റേഴ്സ് ഫോർമുല, നാലാമത്തത് ബസ്റ്റൺസ് ഫോർമുല. കുച്ചിലിങ്സ് ഫോർമുല Q = 3182√P. ഫ്രീമാൻസ് ഫോർമുല Q = 1136 × P/5 + 10. നാഷണൽ ബോർഡ് ഓഫ് ഫയർ ആൻഡ് റൈറ്റേഴ്സ് ഫോർമുല Q = 4637√P × 1 - 0.01√P. ആൻഡ് ബസ്റ്റൺസ് ഫോർമുല Q = 5663√P. ഇതിൽ P എന്ന് വെച്ചാൽ പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ്, Q ഈസ് ദ ഫയർ ഡിമാൻഡ് ഇൻ LPM, ലിറ്റർ പെർ മിനിറ്റ്. ഈ ഒരു എംപെരിക്കൽ ഫോർമുലാസിൽ നിന്നാണ് ഫയർ ഡിമാൻഡ് 2 to 6 LPCD ആണ് നമുക്ക് കിട്ടുന്നത്. സോ ബാക്കിയുള്ള എല്ലാ ഡിമാൻഡും ആഡപ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ വാട്ടർ ഡിമാൻഡ് 270 to 335 LPCD എന്ന് ലഭിക്കും. ഇത്തരം ഫോർമുലാസൊക്കെ യൂസ് ചെയ്തിട്ട് വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിലും വാട്ടർ ഡിമാൻഡ് ഓരോ ടൈമിനനുസരിച്ചും വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ പീക്ക് ഹവറിലൊക്കെ വാട്ടറിൻ്റെ യൂസ് വളരെ കൂടുതലായിരിക്കും. അത്തരത്തിൽ വാട്ടർ ഡിമാൻഡ് ഓരോ ടൈമിനനുസരിച്ച് ഓരോ കമ്മ്യൂണിറ്റിയിലും മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് വേരിയേഷൻ ഓഫ് വാട്ടർ ഡിമാൻഡ് കുറച്ച് ഫോർമുലാസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട് ആവറേജ് ഡെയിലി വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത് Q = പോപ്പുലേഷൻ ഇൻറ്റു പെർ ക്യാപിറ്റ വാട്ടർ ഡിമാൻഡ്. മീൻസ് ഇതൊരു ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്ചാർജ് ഓർ ആവറേജ് ഡെയിലി വാട്ടർ ഡിമാൻഡ് = ആ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുന്ന വാട്ടർ ഡിമാൻഡ്. ഈ ഒരു ഫോർമുലയിൽ നിന്നും എങ്ങനെയാണ് മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 1.8 എന്ന വാല്യൂ കൊണ്ട് ആ ഒരു റിസൾട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് = 1.8 ടൈംസ് ആവറേജ് ഡെയിലി വാട്ടർ ഡിമാൻഡ്. അങ്ങനെ നമുക്ക് മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് മാക്സിമം ഹവർലി വാട്ടർ ഡിമാൻഡ്. മാക്സിമം ഹവർലി വാട്ടർ ഡിമാൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ 1.85 ടൈംസ് മാക്സിമം ഡെയിലി വാട്ടർ ഡിമാൻഡ്. മീൻസ് 1.5 into 1.8 into average daily water demand. It will result in 2.7 average daily water demand or 1.5 maximum daily water demand. That is maximum hourly water demand. ഈ ഹവർ എന്ന് പറയുന്നത് പീക്ക് ഹവർ ആയിരിക്കും. മീൻസ് വാട്ടർ മാക്സിമം കൺസ്യൂം ചെയ്യപ്പെടുന്ന ഹവർ. നമ്മൾ ടോട്ടൽ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ 2 ടേംസ്. 2 ടേമിനനുസരിച്ചാണ് ടോട്ടൽ ഡിമാൻഡ് കണ്ടുപിടിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ പോപ്പുലേഷനും വാട്ടർ ഡിമാൻഡും കണ്ടുപിടിച്ചു. ഇനി ഡിസൈൻ പീരീഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Design period is a future period for which provision is made in fixing the capacities of the component of the water supply scheme. ഓർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസൈൻ പീരീഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി പീരീഡ് ഓർ യൂസ്ഫുൾ പീരീഡ് ഓർ യൂസ്ഫുൾ ലൈഫ് പീരീഡ് ഇങ്ങനെയൊക്കെ പറയാം. ഇത് വാട്ടർ സപ്ലൈ സ്കീമിലെ ഓരോ കമ്പോണൻറ്റിനനുസരിച്ചും ഇത് വേരി ചെയ്തിരിക്കും ഈ ഡിസൈൻ പീരീഡ്. സോ ഓരോ കമ്പോണൻറ്റിൻ്റെയും
വേരി ചെയ്യുന്ന ഡിസൈൻ പീരീഡിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നൽകിയിരിക്കുന്നത്. ഡാം ഓർ സ്റ്റോറേജ് റിസർവോയർ 50 ഇയേഴ്സാണ് ഡിസൈൻ പീരീഡ്. ഇൻടേക്കിന് 30 കൊല്ലം ഡിസൈൻ പീരീഡ് ഉണ്ട്. പമ്പ് 15 ഇയേഴ്സ്. വാട്ടർ കൺവേയിങ് പൈപ്പ് 30 ഇയേഴ്സ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് എക്സെപ്റ്റ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ 30 ഇയേഴ്സ്. റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ 15 ഇയേഴ്സ്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ 15 ഇയേഴ്സ്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇറ്റ് ഈസ് 30 ഇയേഴ്സ്. മീൻസ് നമ്മളൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു 50 ഇയർ ലൈഫ് പീരീഡ് അസ്യൂം ചെയ്തിട്ടാണ് നാം ആ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അത്രയും കൊല്ലം അതിന് യൂട്ടിലിറ്റി പീരീഡ് ഉണ്ട്. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളതിന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദി വാട്ടർ റിക്വയർഡ് ഫോർ എ കമ്മ്യൂണിറ്റി ഡിപ്പെൻഡ് അപ്പോൺ മീൻസ് ക്യൂ ഡിപ്പെൻഡ് അപ്പോൺ റേറ്റ് ഓഫ് ഡിമാൻഡ്, ഡിസൈൻ പീരീഡ് ആൻഡ് പോപ്പുലേഷൻ. ഈ 3 ഫാക്ടേഴ്സിനെ പറ്റിയാണ് ഇന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ സോഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ, ഈ 2 ടോപ്പിക്കാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.